സ്നേഹിതരെ, മകളായും പെങ്ങളായും ഭാര്യയായും മരുമകളായും അമ്മയായും അമ്മായിമ്മയായും അമ്മൂമ്മയായും പലവിധ റോളുകളിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷം ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴാണ്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ജനിച്ചു വീഴുമ്പോൾ അവളുടെ ജീവിതം അർത്ഥവത്താകുന്നു. പിന്നെ ആ കുഞ്ഞിന് വേണ്ടിയുള്ളതാണ് ആ ജീവിതം. അമ്മിഞ്ഞ പാൽ മുതൽ യൗവനത്തിൻ്റെ മാസ്മരികതയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിത പങ്കാളിയെ നൽകുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ അടുത്ത ലക്ഷ്യം. ഇതാ എൻ്റെ മകൻ്റെ ജീവിതത്തിലും അത്തരമൊരു സമയമായി. അവൻ കണ്ടെത്തിയ വധുവിനെ ഞങ്ങൾ മനസ്സാ വരിച്ചു കഴിഞ്ഞു. വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കൾ തമ്മിൽ പരിചയപ്പെടുന്ന ഈ ചടങ്ങ് ഞങ്ങൾ വിവാഹ നിശ്ചയ സമയമായി തിരഞ്ഞെടുത്തു. ദൈവം തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങയുടെ ഹിതമറിഞ്ഞ് അത് മാത്രം ചെയ്യാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകും. ചേച്ചി, നിങ്ങളുടെ ഇന്നത്തെ താരങ്ങള് ഫ്രാൻസേറിയൻ രണ്ട് മക്കളാണ്. അശ്വിനി ബോംബെയിലാണ്, അവർക്ക് വരാൻ സാധിച്ചിട്ടില്ല. അമല് കാനഡ. അമല് ഇന്ന് കാനഡയിലേക്ക് പോയിട്ട് 6 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് തന്നെ അത്ഭുതം, അവർ പോയിട്ട് ഇത്രയും വർഷമായെന്ന്. 2022 PR കിട്ടി, 2024 കനേഡിയൻ സിറ്റിസൺഷിപ്പ് കിട്ടി. അപ്പൊ അതെല്ലാവരും ദൈവാനുഗ്രഹമാണ്. ഇപ്പൊ കാനഡയിലുള്ളതെല്ലാം PR-നും ഇതിനെല്ലാം വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് പ്രത്യേകം നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒന്ന് തിരിഞ്ഞു തരാം, അവിടുത്തെ നമ്പറുണ്ട്.
ഇത് അളിയന് തങ്കച്ചൻ. പുള്ളി എറണാകുളത്ത് 10-30 വർഷം ഇക്യൂ എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ്. കുറച്ചു പേർക്ക് അറിയായിരിക്കും. ഇപ്പൊ പുള്ളി റിട്ടയറാണ്. രണ്ടുപേരും റിട്ടയർമെന്റായിട്ട് വീട്ടിലിരിക്കുന്നു. പെങ്ങള് ഹൗസ് വൈഫാണ്. അവർക്ക് 3 പിള്ളേര്. മൂത്ത മോളെ കെട്ടിച്ചവള് ഇപ്പൊ ദുബൈയിലാണ്. അവർക്ക് ഈ അടുത്ത് തന്നെ ഒരു ഫ്ലാറ്റും ഒക്കെ ഉണ്ട്. അവർ ഫ്ലാറ്റിന്റെ പേര് ന്യൂക്ലിയസ് അവിടെ ഉണ്ട്. പിന്നെ കെട്ടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. രണ്ടാമത്തേത് മകനാണ്, പ്രിൻസ് എന്ന് പറയും. അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായുള്ളൂ. ഒരു ദിവസം പോയി. പിന്നെ ഇളയ ഒരു മോളുണ്ട്, ക്രിസ്റ്റീന. അവള് ഇൻഫോ പാർക്കിൽ ഇവിടെ നമ്മുടെ മോടെ ഒപ്പം തന്നെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ 3ാമത്തെ പെങ്ങള് മിനി ആയിരിക്കുന്ന ആള്, ഇളയ പെങ്ങള് മുണ്ടക്കയത്ത് കെട്ടിച്ചിരിക്കുന്ന ആളാണ്. അളിയൻ വന്നിട്ടില്ല. അളിയന് ഇച്ചിരി പണിത്തിരക്കുള്ള ആളാണ്. അതുകൊണ്ട് അളിയൻ വന്നില്ല. അളിയൻ പെങ്ങളുടെ മോനെ ഇളയ മോനുണ്ട്, ബോണി. അടുത്തൊരു കാൻഡിഡേറ്റ് ആണ്, ബാങ്കിൽ ജോലി ചെയ്യുന്നത്. അതിങ്ങനെ വളരെ ഊർജിതമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറ്റിയ കേസുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ മൂത്ത മോന് ധോണിയൊക്കെ അവനെ വീട്ടിലാണ്, വന്നിട്ടില്ല. പിന്നെ അനിയനുണ്ട്. അനിയൻ വന്നിട്ടില്ല. അനിയന് ഒരു ശകലം തിരക്ക് ബാക്കിയാണ്. അനിയന്റെ വൈഫ് ടിൻസി. അവർക്ക് 2 പിള്ളേരാണ്. മോള് ഫിലിപ്പീൻസിലെ MBBS പഠിക്കുന്നു. മോൻ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ അവന് എക്സാം ആയിട്ട് വന്നില്ല. രാജ്യം വരേണമേ, നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. എന്റെ നെഞ്ചാകണിയല്ലേ, എന്റെ ഉന്മാദമീയല്ലേ, നിന്നെ അറിയാറുള്ളൂ ഒഴുകി ഒഴുകി ഇന്നും ഇന്നും ഒരു കുടയാ ആരാധികേ മഞ്ഞുതിരും വഴിയരികേ. പിന്നെ മറ്റ് പള്ളി ചടങ്ങ്, പള്ളിയിലെ കടലാസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണല്ലോ. ധ്യാനം കൂടിയതിന്റെ മറ്റു മമ്മിയുടെയും പിന്നെ ഞങ്ങള് വരന്റെ എല്ലാ ബന്ധുക്കളും ഇവിടെ സന്നിഹിതരായിട്ടുള്ള സുഹൃത്തുക്കളുടെയും ബന്ധുക്കളും എല്ലാവരുടെയും പേരിലും അതുവഴി നന്ദി അറിയിച്ചുകൊള്ളു.